കുറച്ച് സിനിമാക്കാരും കുറച്ച് പാട്ടുകാരും മറ്റ് വിയർപ്പിന്റെ അസുഖമുള്ള സാഹിത്യ കൂലിപ്പണിക്കാരും തുടങ്ങി തുണിയൊരു ചാടി വയറ്റിപ്പിഴപ്പിന് റീൽസ് ചെയ്യുന്നവറ്റകൾ വരെ ഇപ്പോൾ ഈ കൂറ സമരത്തിന്റെ പ്രൊമോഷൻ വർക്കിലാണ് എന്നറിയാമോ? ഇതെങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചു എന്ന് അത്ഭുതം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലെ ഇതിനു മുൻപ് ഈ ടീമുകൾ ഇറക്കിയ വിവിധങ്ങളായ ഫ്രോഡ് പരിപാടികളുടെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് വലിയ അത്ഭുതമൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ബാക്കി പറയാം. മൊത്തത്തിൽ 3 തരം ആളുകളുണ്ട്. അതിൽ തന്നെ പ്രധാനമായും 2 തരം ടീമുകളാണ് ആ കൂട്ടത്തിലുള്ളത്. ഒന്ന്, അവർക്ക് കിട്ടിയ കാശിന് അവർ പറഞ്ഞ പണിയെടുക്കുന്ന കൂലിക്കാരും. രണ്ടാമത്തേത്, അങ്ങനെ മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെയുള്ള കൂലിക്കാശ് വല്ലതും നമുക്ക് കൂടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവർ പറയാതെ തന്നെ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആ വിഭാഗത്തിൽ തന്നെയുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളും. ഇനി മൂന്നാമത് വരുന്ന വിഭാഗം ഇത് രണ്ടിലും പെടില്ല. പക്ഷെ ഇപ്പോൾ ഇതാണ് പ്രധാന വിഷയം. ഈ വിഷയത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടും എന്ന തരത്തിൽ ലൈം ലൈറ്റ് മാത്രം പ്രതീക്ഷിച്ച് ഇതിലേക്ക് വന്നു ചേരുന്നവരാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കാൻ ഉദാഹരണ സഹിതം പറയണമെങ്കിൽ, ഒരു തരത്തിലും ഒന്നും മിണ്ടാതെ അവരവന്റെ കാര്യം മാത്രം നോക്കി പോകുന്നതിന്റെ ഇടയിൽ പെട്ടെന്നൊരു ദിവസം രാവിലെ സമരക്കാർക്ക് പിന്തുണയും കേന്ദ്ര സർക്കാരിന് നേർക്ക് പ്രതിഷേധവുമായി വരുന്ന പ്രധാന നടീനടന്മാരുടെ അക്കൗണ്ടുകളും, പിന്നെ ആ പെട്ടെന്ന് ആത്മരോക്ഷം വന്ന് ചാടിയിറങ്ങി ഡൽഹിയിലെത്തിയ ഡോഹിനി ഹരിദാസ്, അതിന്റെയൊക്കെ കൂടെ പോകുന്ന 4ാം കിട ഇൻസ്റ്റഗ്രാം ടീമുകൾ എന്നിവറ്റകളാണ് ആദ്യം പറഞ്ഞ വിഭാഗം. അതിൽ തന്നെ ശരിക്കും 2 കാറ്റഗറി ഉണ്ട് കേട്ടോ. പ്രധാന നടീനടന്മാർക്ക് പൂജ്യങ്ങൾ കൂടുതലുള്ള തുകയും തതുല്യമായ കാര്യങ്ങളും സഹകരണങ്ങളും ലഭിക്കുമ്പോൾ ഈ ഡോഗിനി ഹരിദാസ് ഉൾപ്പെടുന്ന ടീമുകൾക്ക് ആ പൂജ്യങ്ങൾ കുറവായിരിക്കുമെന്ന് മാത്രം. ശ്രദ്ധിക്കണം, പണം എന്നത് മാത്രമല്ല ഇവിടെ ആരുടെ ഘടകം. അതുകൊണ്ടാണ് തതുല്യമായ മറ്റു കാര്യങ്ങളും സഹകരണങ്ങളും എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്നത് ചെറിയ ചെറിയ നടീനടന്മാരൊക്കെയാണ്. അധികം പ്രശസ്തരല്ലാത്ത സംഗീത രംഗത്തുള്ള ചെറിയ ചെറിയ പാട്ടുകാർ, ഫീൽഡ് ഔട്ടായ ഗ്രേഡ് കുറഞ്ഞ ലോക്കൽ സെലിബ്രിറ്റികൾ, ഗാനമേള ട്രൂപ്പ്, കടയുടെ ഉദ്ഘാടനം, ഓൺലൈൻ ചാനൽ കണ്ടാൽ കണ്ടന്റ് കൊടുക്കൽ, റീൽസിൽ തുണി ഊരി കാണിക്കൽ എന്നിവയൊക്കെ ചെയ്ത് ഉപജീവനം നടത്തുന്നതാണ് അവർ. അവർക്ക് ഈ ടീമിൽ നിന്ന് നേരിട്ട് ഫണ്ടൊന്നും പെട്ടെന്ന് കിട്ടില്ല. അവർ ഇതിന്റെ തൊട്ടുമുകളിലുള്ള, എന്നാൽ അതിന്റെ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ഡോഗിനി ഹരിദാസിനെ പോലെയുള്ളവരെ സമീപിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയോ ചെയ്യാൻ ഇത്തരത്തിലുള്ള പണികൾക്ക് ഇറങ്ങും. ഡോഗിനെ പോലെയുള്ള ആളുകളുടെ പിമ്പ് പരിപാടിയിലൂടെ ഇതിൽ ചിലർക്കെങ്കിലും മുകളിൽ പറഞ്ഞ അതേ റേഞ്ചിലുള്ള പാരിതോഷികങ്ങൾ ലഭിക്കില്ലെങ്കിലും അവരുടേതായ നിലവാരത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും ചെറിയ നക്കാപ്പിച്ചുകൾ ലഭിക്കും. അത് എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. ആരാണോ കൂടുതൽ നന്നായി ഇവർക്കായി കുനിയുന്നത് അവർ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞ ഹൈ ക്ലാസ് വിഭാഗം. ജസ്റ്റ് അവർ പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞ് പേയ്മെന്റിനുള്ള പണം മാത്രം ചെയ്യുമ്പോൾ ഈ കിട്ടിയാൽ കിട്ടി എന്ന 2ാം ഭാഗം മാത്രം ഈ വിഷയത്തിൽ കുറച്ചു കൂടുതൽ പെർഫോമൻസ് ചെയ്യുന്നതായി കാണാം. അതിന് ഉദാഹരണം പറയണമെങ്കിൽ തൈക്കുളം ബ്രിഡ്ജ് ബ്രാൻഡ്, മറ്റേ ലക്ഷ്മി എന്ന റീൽസ് എടുക്കുന്ന സ്ത്രീ, ലോക്കൽ ജൂനിയർ ആർട്ടിസ്റ്റ് ടീം എന്നിവരെയൊക്കെ പറയാം. ഇനി പറഞ്ഞതാണ് മൂന്നാമത്തെ വിഭാഗം. അവർ ഇങ്ങനെയുള്ള പാരിതോഷികങ്ങൾക്ക് വേണ്ടി ഒന്നും ഇത് ചെയ്യില്ല. കാരണം ആ ഒരു തരത്തിലുള്ള പണം എന്ന ചിന്ത ഉണ്ടായിരിക്കുകയുമില്ല. അവർ പണം ആവശ്യപ്പെടുകയുമില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത് എന്ന ബാലിശമായ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവർ ആയിരിക്കും അവർ. അതുകൊണ്ട് തന്നെ അവർ ഇതിലേക്ക് അങ്ങനെ ഇൻഡയറക്റ്റ് ആയി ഇൻവോൾവ് ആവും. അതിനുദാഹരണമായി വേണമെങ്കിൽ ചില പ്രധാന നടീനടന്മാർ, പിന്നെ ആ വിസ്മയ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളെയും ചൂണ്ടിക്കാണിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇവരൊന്നും രാജ്യത്തെ ഓരോ വിഷയത്തിലും സംഭവങ്ങളിലും പ്രതികരണവുമായി വരുന്ന രാജ്യത്തിന്റെ സുരക്ഷയും ക്ഷേമവും അന്വേഷിക്കുന്ന അഭ്യുദയകാംക്ഷികളൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് രാഷ്ട്രീയം നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെക്കുറിച്ചോ ഒക്കെ അതാത് സമയങ്ങളിൽ ഇവർ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഒരുവിധം എല്ലാം വയറ്റപ്പിഴപ്പിന് വേണ്ടി നിൽക്കുന്ന മുതലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവറ്റകൾ അത്ര വലിയ ഭീഷണിയൊന്നുമല്ല. മറിച്ച് ശരീരം വിറ്റ് ജീവിക്കുന്നവരെ പോലെ ഐഡന്റിറ്റിയും മറ്റും വിറ്റ് ജീവിക്കുന്നവർ അങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്ന് വ്യക്തത വരുത്തിയാൽ മതി. ഇവറ്റകളെ കുറിച്ച് കുറച്ചെങ്കിലും ധാരണ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് മുളച്ച് 3ാം ദിവസം മണ്ണിടിഞ്ഞ് അളിഞ്ഞു പോയിക്കോളും എന്നർത്ഥം.